തങ്ങൾ ഉൾക്കൊള്ളുന്ന, തങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയെടുക്കും. പ്രവാചകന്മാരെ പോലെ അവർ വന്ന ആ കാലഘട്ടത്തെ തങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കും. അന്ത്യപ്രവാചകർ തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മതേതര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉദാഹരിക്കുവാൻ കഴിയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാനായ ഗാന്ധിജിയെ പോലെ സ്വാതന്ത്ര്യ സമരം ഒരു പ്രത്യേകമായ രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒരു ഘട്ടത്തിൽ അഹിംസയിലൂടെ, സ്നേഹത്തിലൂടെ, ഉന്നതമായ ദർശനങ്ങളിലൂടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മഹാനായ ഗാന്ധിജിയെ പോലെ അവരൊക്കെ യുഗസൃഷ്ടികളായിരുന്നു. യുഗസൃഷ്ടികൾ. അവർ പ്രതിഭാധരരാണ്. അവർ പ്രതിഭകൾ കൊണ്ട് സമൂഹത്തിൽ സ്ഥാനം നേടിയവരാണ്. അവർ ഈ സമൂഹത്തിൽ വലിയ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചവരാണ്. മറ്റൊരു വിഭാഗം പ്രതിഭകളുണ്ട്. ആ പ്രതിഭകളാകട്ടെ തങ്ങളുടെ സാഹചര്യങ്ങളെ പ്രായോഗികമായ രീതിയിൽ ഉൾക്കൊണ്ട് കാലഘട്ടങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ആ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുന്ന രീതിയിലുള്ള ചില പ്രതിഭകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ വലിയ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരാളായി മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രായോഗിക ജീവിതത്തിൽ പക്വതയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യന്റെ ജീവിതം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പഠനാർഹമായ ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് സാഹചര്യങ്ങളെ പോലും ഉപയോഗപ്പെടുത്തുവാൻ തയ്യാറാകുന്നില്ല. പുതിയ വിദ്യാർത്ഥികൾ അവരുടെ നല്ല സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ അവർ തയ്യാറാകുന്നില്ല. അവരുടെ വിദ്യാഭ്യാസവും അവരുടെ പഠനങ്ങളും ചില പ്രത്യേകമായ വൃത്തങ്ങൾക്കുള്ളിൽ അവർ ഒതുക്കിയിരിക്കുകയാണ്. വിശാലമായിട്ട് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. വിശാലമായിട്ട് വായനയുടെ ലോകത്തേക്ക് കടന്നു ചെല്ലുവാനും പ്രവർത്തനങ്ങളുടെ മേഖലയിൽ കടന്നു ചെന്ന് ഈ സമൂഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അവർക്ക് സാധിക്കുന്നില്ല. അത് ഈ കാലഘട്ടത്തിന്റെ ഒരു പരാജയമാണ്. കാലഘട്ടത്തിന്റെ ഒരു പരാജയമാണത്. സ്വന്തം കാര്യങ്ങളിൽ, സ്വന്തം താല്പര്യങ്ങളിൽ, അതിനപ്പുറത്തേക്ക് ഹൃദയബന്ധം സൂക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ചിന്തയോ പ്രവർത്തനമോ ഉണ്ടാകാത്ത ഒരു ഭയാനകമായ ഒരവസ്ഥാവിശേഷത്തിലേക്ക് പുതിയ തലമുറ കടന്നു ചെല്ലുന്നു എന്നത് നിഷേധിക്കുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. പഠന രീതികളും ആ രീതിയിൽ തന്നെയാണ്. പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളും പഠിപ്പിക്കപ്പെടുന്ന സിലബസുകളും ആ രീതിയിൽ തന്നെയാണ്. കശ്മീരിനെ കുറിച്ച് പഠിപ്പിക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥി അവൻ കശ്മീരിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് പഠിക്കുവാനാണ് ശ്രമിക്കുന്നത്. കശ്മീരിയെ കുറിച്ച് പഠിക്കുവാൻ അവന് സാധിക്കുന്നില്ല. പഞ്ചാബിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പഞ്ചാബിലുള്ള 5 നദികളെ കുറിച്ച് അവൻ പഠിക്കുന്നു. പഞ്ചാബികളെ കുറിച്ച്, അവിടെ ജീവിക്കുന്ന സിഖുകാരെ കുറിച്ച്, അവർ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി നൽകിയ കാര്യങ്ങളെ കുറിച്ചൊന്നും അവർ പഠിക്കുന്നില്ല. കേരളത്തെ കുറിച്ച് പഠിക്കുമ്പോഴും ഭൂപടത്തിൽ നിന്ന് ഇന്ത്യയെ കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളുടെ ഈ നവയുഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഡിഗ്രിക്ക് ചേരാൻ വേണ്ടി ചെന്ന ഒരു വിദ്യാർത്ഥിയോട് കോളേജിന്റെ സമർത്ഥനായ പ്രിൻസിപ്പൽ ചോദിച്ചുവത്രേ, യു നോ ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടൽ എവിടെയാണെന്ന് നിനക്കറിയുമോ? പ്രിൻസിപ്പാളിന്റെ റൂമിൽ തൂക്കിയിട്ടിരുന്ന, ചുമരിൽ തൂക്കിയിട്ടിരുന്ന ഭൂപടത്തിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തികളിലൊന്നായ ബംഗാൾ ഉൾക്കടൽ ആ വിദ്യാർത്ഥി കാണിച്ചു കൊടുത്തു. തന്റെ റൂമിന്റെ വിരിമാറ്റിക്കൊണ്ട്, ജനലിന്റെ വിരിമാറ്റിക്കൊണ്ട് ആർത്തലക്കുന്ന തിരമാലകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ ചോദിച്ചു, ഈ കടൽ ഏതാണെന്ന് നിനക്കറിയുമോ എന്ന്. ആ കുട്ടി പറഞ്ഞു, എത്രേ എനിക്കറിയില്ല. ഭൂപടത്തിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ കാണിച്ചു കൊടുത്ത ആ കുട്ടിക്ക് ബംഗാൾ ഉൾക്കടലിന്റെ തീരത്താണ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എന്ന സാമാന്യ വിവരം ഇല്ലായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ തങ്ങളുടെ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി പുതിയ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് വലിയ ഒരു സമൂഹത്തിന്റെ നായകനായി മാറിയ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ മാതൃകകൾ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളേറെ പഠിക്കുവാൻ തയ്യാറാകണം. CHന്റെ വളർച്ച പഠനാർഹമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുവല്ലോ, CH മുഹമ്മദ് കോയ ജനിച്ചത് വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടായിരുന്നില്ല. വളരെ പാവപ്പെട്ടവനായി, ആലി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മൊല്ലാക്കയുടെ പുത്രനായി അദ്ദേഹം ജനിക്കുന്നത് അത്തോളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു. പക്ഷെ അദ്ദേഹം